ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ചിക്കുവിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കട്ടെ. ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട വെച്ചിട്ട് നമുക്ക് അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. നമ്മളിവിടെ സപ്പോട്ട എന്നൊക്കെ പറയും, എല്ലാവരും ചിക്കു എന്നും പറയും. പല രീതിയിലും പലരും പല പേരിലാണ് പറയണത്. അങ്ങനെ നമ്മളിന്നൊരു അടിപൊളി തിക്കായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കട്ടെ. അതിൽ 2-3 ഇൻഗ്രീഡിയൻസ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, ചിക്കു മാത്രമല്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചിക്കുവിൻ്റെ മിൽക്ക് ഷേക്ക് എല്ലാവരും കുടിച്ചിട്ടുണ്ടാകും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അത് കുടിച്ചാൽ പിന്നെ വേറെ മിൽക്ക് ഷേക്കൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം എല്ലാവർക്കും എങ്ങനെയാവോ, എനിക്കങ്ങനെയാണ്. നിങ്ങളും എങ്ങനെ, നിങ്ങളുടെ ഇഷ്ടമെന്നൊന്ന് വീഡിയോയിൽ എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. എനിക്കിഷ്ടമാണ് കേട്ടോ മിൽക്ക് ഷേക്ക്, ചിക്കുവിൻ്റെ മിൽക്ക് ഷേക്ക്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു മിൽക്ക് ഷേക്കാണ്, സൂപ്പർ ടേസ്റ്റായി വന്നിട്ടുണ്ട്. ചിക്കു മിൽക്ക് ഷേക്ക്. ഈ ഷേക്ക് നമ്മൾ നല്ല തിക്കായിട്ടുണ്ട് ഉണ്ടാക്കിയത്. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക, തിക്ക്. അപ്പം മിൽക്ക് ഷേക്ക് ആകുമ്പോൾ തിക്ക് ഉണ്ടാകുമ്പോൾ അതിന് രസമുള്ളൂ. വെള്ളം പോലെ ഉണ്ടാക്കിയാൽ അതൊരു ടേസ്റ്റ് ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ചിക്കു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. 3 ചിക്കു വെച്ചിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോണത്. ഒന്ന് നമ്മളങ്ങോട്ട് മാറ്റി വെച്ച് ഈ 3 നമ്മൾ മുറിച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കണം നമുക്ക് മിൽക്ക് ഷേക്ക്. അപ്പം നമ്മളത് കട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ബനാനയും കൂടി വെച്ചിട്ടുണ്ട്. പഴം, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കട്ടോ. ഇവിടെ നേന്ത്രപ്പഴം എന്നുള്ളത് അങ്ങനെയാണ്. ഷേക്കിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ചിക്കുമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അതിനായിട്ട് നേന്ത്രപ്പഴം ഫസ്റ്റ് തോലി കളഞ്ഞാന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട്. 2 ചെറിയ നേന്ത്രപ്പഴം അതിട്ടോ, ഒന്നായാലും മതി കേട്ടോ, കുറേ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് ഇത് 3-4 ഗ്ലാസ് വരെ ഉണ്ടാവും. 2 ബനാനയും 3 ചിക്കുമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളിഷ്ടം പോണ അളവിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ചിക്കൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുള്ളൊരു ചിക്കുവാണ്. അപ്പോൾ നല്ല പഴുത്തൊക്കെ ചെയ്തേക്കണേ. പഴുത്തത് നോക്കി എടുത്തതാണ്. എന്തായാലും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചിക്കു ഒന്ന് മുറിച്ച് വെക്കുക. ബനാനയൊന്ന് മുറിച്ച് പീസാക്കി വെക്കട്ടോ. മാക്സിമം നമ്മൾ നല്ല പഴുത്ത ചിക്കും പഴുത്ത പഴമൊക്കെ എടുക്കാൻ നോക്കട്ടോ. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. എടുക്കണേ, മിക്സിയുടെ ജാറിലോട്ട് ഇട്ടെടുക്കണ ചിക്കും ബനാനയും കൂടി, മൊത്തം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഇതിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആ പഴവും ചിക്കും ഞാൻ മൊത്തം ഇതിലിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 4-5 6 കാഷ്യൂനട്ടും കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തത്. ഐസ് ക്യൂബ് ഞാൻ എടുത്ത് വെച്ചപ്പോൾ ഇതിന് വെള്ളമായതാണ്. പിന്നുള്ളത് പാലിൻ്റെ കട്ട പാലാണ് ഇട്ട് കൊടുത്തത്. പാല് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കിയാലും മതി, അല്ലെങ്കിൽ കട്ടപ്പാൽ കൊണ്ടുവന്നാലും മതി കേട്ടോ. അങ്ങനെ നമ്മളെ പഞ്ചസാരയും കൂടി ഇട്ടെടുത്ത് നമുക്ക് പാകത്തിനുള്ള പഞ്ചസാര, നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ജ്യൂസ് നല്ലവണ്ണം നൈസാക്കി നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. കട്ടൊന്നും ഇല്ലാണ്ട് ബ്ലെൻഡ് ചെയ്യണം. പഴുത്ത പഴം പഴുത്ത ചിക്കുവയിൽ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും, പെട്ടെന്ന് അത് നൈസായി കിട്ടും. അങ്ങനെ നമ്മളെ ചിക്കുവിൻ്റെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മിൽക്ക് ഷേക്ക് ആകുമ്പോൾ തിക്കായിട്ട് ഉണ്ടാക്കേണ്ടത്, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. ഇതിൽ കാഷ്യൂനട്ടൊക്കെ ഉണ്ടായിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ തൽക്കാലം കാഷ്യൂനട്ട് ഒഴിവാക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ ബൈ. നല്ലൊരു മിൽക്ക് ഷേക്കാണ്.